Hi friends, welcome to Hamictech Graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ഈ രണ്ട് അപ്ഡേറ്റുകളും ഇപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ ഈ അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകളെ പറ്റി വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ വാട്സപ്പ് ഐക്കനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാറ്റാണ് ആദ്യം ഓപ്പൺ ആവുന്നത്. എന്നാൽ വാട്സപ്പ് ബീറ്റ വെർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളിന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ ഐക്കണിൽ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ആദ്യം നമുക്ക് വാട്സപ്പിൻ്റെ ഈ ഒരു ലോഗോ വരുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ നമ്മുടെ ചാറ്റിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. അതായത് ഇനി മുതൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചാറ്റിലോട്ട് പോകാതെ നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ലോഗോ ആദ്യം നമ്മളെ കാണിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോൾ ചാറ്റിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു. നമ്മളുടെ അനുവാദം കൂടാതെ നമ്മളെ ആർക്കും ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനൊരു അപ്ഡേറ്റ് ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റിനകത്ത് 3 ഓപ്ഷനായിരുന്നുള്ളത്. നമ്മളെ ആർക്ക് വേണമെങ്കിലും ഏത് ഗ്രൂപ്പിലോട്ടും ആഡ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ളതായിരുന്നു നോബഡി. ഈ നോബഡി എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആർക്കും ഒരു ഗ്രൂപ്പിലും നമ്മളെ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റ് മുഖേന ഈ നോബഡി എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സെറ്റിങ്ങിൽ കയറി നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ നോബഡി എന്ന ഓപ്ഷൻ ഇപ്പോൾ ഡിസേബിൾ ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പകരം നമുക്കവിടെ മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ള വ്യക്തികൾക്ക് നമ്മളെ ഏതൊരു ഗ്രൂപ്പ് വേണേലും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൈ കോണ്ടാക്ട് എക്സെപ്റ്റ് എന്നതിൽ നിങ്ങൾക്ക് നമ്മളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ലിസ്റ്റ് ഇതുപോലെ ടിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് പിന്നീട് ഒരിക്കലും നമ്മളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും കോണ്ടാക്റ്റിലുള്ള വ്യക്തി നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും നമ്മളെ എപ്പോഴെങ്കിലും ആഡ് ചെയ്തോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നിലവിൽ വന്നിരിക്കുന്ന പുതിയ 2 അപ്ഡേറ്റുകൾ. ഇതിൽ രണ്ടാമത് നമ്മൾ നോക്കിയ അപ്ഡേറ്റ് അത്രയ്ക്ക് വലിയ ഗുണമുള്ളൊരു അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നോബഡി എന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളതായാലും നമ്മുടെ ലിസ്റ്റിലില്ലാത്ത വ്യക്തികൾക്ക് പോലും നമ്മളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളെ ആഡ് ചെയ്യാൻ പാടില്ല എന്ന് കൊടുക്കുന്ന വ്യക്തികൾക്കൊഴിച്ച് ബാക്കി ആർക്ക് വേണമെങ്കിലും, അതായത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത വ്യക്തികൾക്ക് വരെ നമ്മളെ ഏതൊരു ഗ്രൂപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ഗുണമുള്ളൊരു അപ്ഡേറ്റ് അല്ല. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഞാൻ എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you. Please subscribe my channel.